ഹലോ ഫ്രണ്ട്സ്, കോൺസ്ട്രോഞ്ചിൻ്റെ ഓൺ റിവ്യൂട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹിമൻ്റെയും മുകുന്ദൻ്റെയും ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഹിമ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ മുകുന്ദൻ്റെ വീട്ടിലേക്ക് വരിക. മുകുന്ദൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മുകുന്ദൻ ഇറങ്ങി വരും. അവളെ കണ്ടതും ചിരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ചിരിച്ചുകൊണ്ട് വന്നിട്ട്, ഓ പഠിത്തമൊക്കെ കഴിഞ്ഞോ, ഇനി ട്യൂഷനിലെ എന്താ അല്ലേ, ഒരേ പണിയാണ്, വേറെ എന്താണ് ഫുൾ തിരക്കാണ് കൊണ്ട് നമ്മുടെ മഹിമയോട് പറയാം എന്താ ചെയ്യാം, നമ്മളിന് നമുക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട പൈസയൊക്കെ പറഞ്ഞിട്ട് പറയണം. എന്നിട്ട് പിന്നെ പറയും, നിന്നെ കാണാൻ അഭി വന്നിട്ടുണ്ട് അന്ന്. നമ്മുടെ മുഖത്ത് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമയോട് പറയും, മഹിമ പോകാൻ നേരത്ത് പറയും, നിന്നെ കാണാൻ ഇന്ന് അഭി വന്നിട്ടുണ്ടായിരുന്നു. അഭിയെ ഇവൻ ഇന്നും വന്നോ, എന്തിനാ വെറുതെ വെറുതെ വരുന്നത് പറഞ്ഞിട്ട് അവൾക്കത് പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരാം കേട്ടോ. എന്നിട്ട് എന്താണ്, നീ എന്താ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നത്, അവനൊരു പാവമല്ലേ, അവനെ പറഞ്ഞ് മനസ്സിലാക്കി പോരെ, അവൻ പാവമൊന്നുമില്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല, ഞാൻ അവനോട് ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടേ ഇല്ല, അവൻ്റെ വിചാരം എനിക്ക് അവനോട് ഇഷ്ടമുണ്ടെന്നാണ്, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ ഇല്ലാത്ത കാര്യം ഫ്രണ്ട്സിനോട് പറഞ്ഞ് എനിക്ക് ദേഷ്യം വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതാണ് പറഞ്ഞിട്ട് നമ്മുടെ മുകുന്ദൻ പറയും കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ഗൗരിയമ്മ വരും. ഗൗരിയമ്മ വന്നിട്ട് ഗൗരിയമ്മ അവൾ വന്നു എന്ന് പറഞ്ഞിട്ട് ചായ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹിമ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഗൗരിയമ്മ മുകുന്ദൻ ചോദിക്കും, നീ അഭിൻ്റെ കാര്യം നീ പറഞ്ഞു? ഞാൻ പറഞ്ഞു, അവന് നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, നിന്നെ ഞാൻ കൊല്ലും പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് എപ്പിസോഡ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.